കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഒരു സമരമൊക്കെ സംഘടിപ്പിച്ചു. ഈ സമരത്തിലോട്ട് പോലീസുകാർ സ്വാഭാവികമായിട്ട് ഇവരെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഇപ്പം വി രാജേഷ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞേക്കുന്നത് ഈ മലിനമായ അണുബാധയുള്ള വെള്ളം തളിച്ചതിന്റെ പേരിൽ അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അവർ മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെന്റിലോട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പം പൊതുവെ മൊത്തത്തിൽ പറഞ്ഞു വരുന്നത് ജലപീരങ്കി ഉപയോഗിക്കുമ്പോൾ നല്ല വെള്ളം ഉപയോഗിക്കണം. അല്ല, ഇവർക്ക് വേണ്ടി ഇനി പനിനീരോ മിനറൽ വാട്ടറോ ഒക്കെ നല്ല വെള്ളം ഉപയോഗിക്കണം. ഇവര് ശരിക്കും പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തിയത് ആവശ്യമില്ലാത്ത സമരമാണ്. നമ്മുടെ ഈ സമരത്തിനകത്ത് നമുക്കറിയാവുന്ന പോലെ ശ്രീലേഖയൊക്കെ സമരത്തിൽ പങ്കെടുത്ത മാന്യദേഹങ്ങളാണ്. സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മോശമാണ് എന്ന് പറഞ്ഞ ഒരു ലോകത്തിലെ ആദ്യത്തെ വനിത ഒരുപക്ഷെ ഇവരായിരിക്കും. അപ്പം അതിനകത്ത് തന്നെ പിന്നീട് പത്രസമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട്, വി രാജേഷ് പറയുന്നുണ്ട്, ഇത്തരം പോലീസുകാരെ ശരിക്കും പറഞ്ഞാൽ വല്ല കോർപ്പറേഷന്റെ തലപ്പത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പിന്നെ പൊടിയടിക്കാനോ ഒക്കെ ഇരുത്തണം പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കാം. ആ പോലീസുകാരോടുള്ള ആ ഒരു ബഹുമാനാർത്ഥം അല്ലെങ്കിൽ പൊടിയടിക്കാൻ ഇരുത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഈ ശ്രീലേഖയെ ഇനിയും പിടിച്ച് കൗൺസിലർ ആക്കിയത് എന്നൊരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്. അതായത് കഴിവില്ലാത്ത പോലീസുകാരാണ്, കഴിവില്ലാത്തവരാണ്, ഗുണമില്ലാത്തവരാണ്, അത്തരം ആളുകളെ ഈ സേനയിൽ ഇരുത്തരുത്, അവരെ ഒന്നുകിൽ പൊടിയടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്കോ പറഞ്ഞു വിടണം. അപ്പം അങ്ങനെ ശ്രീലേഖ IPS ഒരു പക്ഷേ ആ ചിന്തയുടെ പുറത്തായിരിക്കാം ഇവർ കൗൺസിലർ ആക്കിയത്. കാര്യം പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, എവിടെയൊക്കെ ഒതുക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഒതുക്കിയതാ. ഇപ്പൊ വട്ടിയൂർക്കായി മത്സരിപ്പിച്ച് അവിടെ പരാജയപ്പെടുത്താൻ പോകുന്നു. അങ്ങനെ തുടങ്ങിയ വിവിധ പരിപാടികളാണ്. ഓക്കെ, എന്തെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ. സമരം എന്ന് പറയുന്ന ഒന്നിനെ പോലീസോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഭരണകൂടമോ വ്യവസ്ഥയോ ഒന്നും തന്നെ കയ്യും കെട്ടി നോക്കി നിന്നിട്ടല്ല സ്വീകരിച്ചിട്ടുള്ളത്. പുന്നപ്ര വയലാർ സമരം നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. പുന്നപ്ര വയലാർ സമര രംഗത്ത് നിന്ന് അവിടെ തോക്കും ബയണറ്റും കൊണ്ട് പോലീസുകാർ എതിരിട്ടപ്പോൾ വെറും വാരിക്കുന്തം ഉപയോഗിച്ചുകൊണ്ട് എതിർത്ത് നിന്നവരാണ് അവിടുത്തെ സഹാക്കന്മാർ പുന്നപ്രയിലെ. നമുക്കറിയാവുന്ന പോലെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എക്കാലത്തെയും ഒരു മികച്ച കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന VS അച്യുതാനന്ദൻ, അദ്ദേഹം തന്റെ കുട്ടികളുമൊത്ത്, അന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിലും മറ്റുമായിരുന്നു, ജോലിക്ക് പോയേക്കായിരുന്നു. ആ സമയത്താണ് വീടിനുള്ളിലേക്ക് കയറി വന്ന് ഒരു കൂട്ടം പോലീസുകാർ വന്ന് കുട്ടികൾ ഉറങ്ങിക്കിടക്കുക. VA അരുൺകുമാറൊക്കെ അന്ന് കുട്ടികളാണ്, അവരൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വെളുപ്പിനെ 3 മണിക്ക് ആണ് VS അച്യുതാനന്ദനെ വീട്ടിൽ നിന്ന് പോലീസുകാർ പിടിച്ചിറക്കേണ്ടി പോകുന്നത്. ആ VSനെ കൊണ്ടുപോയത് ഇവിടെയെങ്കില്ല, പാലായിലേക്കാണ് കൊണ്ടുപോകുന്നത്. പാലായിൽ കൊണ്ടുവന്നിട്ട് അതിക്രൂരമാം വിധം ഭേദ്യം ചെയ്തു. അങ്ങനെ ഭേദ്യം ചെയ്ത് VS അച്യുതാനന്ദന്റെ കാലിൽ തോക്കിന്റെ ബയണറ്റ് കുത്തിയിറക്കി. അതായത് ഈ അഴിക്കുള്ളിലൂടെ കാലുകൾ പുറത്തേക്ക് വെച്ചിട്ട് അതിനുള്ളിലേക്ക് കാല് കുത്തിക്കയറ്റി. ഈ ബയണറ്റ് എന്ന് പറഞ്ഞ തോക്കിന്റെ അറ്റത്തിരിക്കുന്ന മുനയുള്ള ഒരു സാധനമാണ്. ഇത് കുത്തിക്കയറ്റി ഭയങ്കര അതിശക്തമായി ചോരയൊലിച്ച് ഒടുവിൽ അടി കൊണ്ട് തളർന്ന് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ നേതാവ് തളർന്ന് വീണു. പോലീസുകാർ വിചാരിച്ചു അദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ചു. അങ്ങനെ ആ സമയത്ത് സെല്ലില് കള്ളൻ കോലപ്പൻ എന്ന് പറയുന്ന ഒരു കള്ളൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ VS അച്യുതാനന്ദന്റെ ജീവച്ഛവം എന്നൊക്കെ പറയാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ആ ശരീരം മരിച്ചെന്നോ മരിച്ചില്ലെന്നോ ഉറപ്പാക്കി. അപ്പൊ അന്നുണ്ടായിരുന്ന പോലീസുകാരനെ മനസ്സിലായി ഇദ്ദേഹം മരിച്ചു, VS മരണപ്പെട്ടു. അപ്പൊ പിന്നീട് ഇത് എങ്ങനെയെങ്കിലും ബോഡി ഡിസ്പോസ് ചെയ്യുക, എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക എന്നുള്ളതായി. അങ്ങനെ കള്ളൻ കോലപ്പന്റെ സഹായത്തോടു കൂടി ഈ മൃതദേഹം പോലെയുള്ള VSന്റെ ശരീരം എടുത്ത് പോലീസ് ജീപ്പിന്റെ സീറ്റിന്റെ അടിയിലേക്ക് തിരികെ കയറ്റി വെച്ചു. തിരികെ കയറ്റി വെച്ചിട്ട് നേരെ ജീപ്പ് വിട്ടുപോയി. ജീപ്പ് വിട്ടുപോകുന്ന സമയത്താണ് കള്ളൻ കോലപ്പൻ പറയുന്നത്, അയ്യോ ചത്തിട്ടില്ല, ജീവനുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് VSനെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റുകയും ഏറെക്കാലം നീണ്ടുനിന്ന, മാസങ്ങളോളം നീണ്ടുനിന്ന ട്രീറ്റ്മെന്റ്, അതിനിടയിൽ തന്നെ അദ്ദേഹത്തെ പിന്നീട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പം ഈ രീതിയിലൊക്കെ ത്യാഗോജ്ജലമായ ജീവിതം നയിച്ച പോലീസുകാരുടെ തോക്കിന്റെയും ബയണറ്റിന്റെയും മുമ്പിൽ ചങ്കുറപ്പോടുകൂടി എതിർത്ത് നിന്ന് വാരിക്കുന്തം കൊണ്ട് അവരെ നേരിട്ട ഒരു വലിയ സമരചരിത്രത്തിലൂടെയാണ് കേരളത്തിന്റെ ചരിത്രം എഴുതപ്പെട്ടത്. അത് ഒരുപക്ഷെ വി രാജേഷിനെ പോലെയുള്ള വെള്ളം വീഴുമ്പോൾ ചൊറിച്ചിലുണ്ടാകുന്ന ഇത്തരം നേതാക്കന്മാരെന്ന് ഓർത്തിരുന്ന നല്ലത്. ഇന്ന് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് പണ്ട് ഇവിടെ മിണ്ടരുത് എന്ന് പറഞ്ഞൊരു അടിയന്തരാവസ്ഥ കാലം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിക്കെതിരായി ഇവിടെ ഒരു വലിയ കോപ്പുകൂട്ടൽ നടന്ന കാലഘട്ടം. ആ രാഷ്ട്രപതി പോലും തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ സ്വന്തമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു പ്രധാനമന്ത്രി. അന്ന് കോൺഗ്രസ്സുകാരെല്ലാം
സ്വാഭാവികമെന്നോണം ഇന്ദിരാഗാന്ധി പറഞ്ഞ അടിയന്തരാവസ്ഥയ്ക്കൊപ്പമായിരുന്നു. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്താണ് ശക്തമായ രംഗത്തേക്ക് ഇറങ്ങിയ ഒരു MLA ഉണ്ടായിരുന്നു. അടികൊണ്ട് ചോരയൊലിപ്പിച്ച കുപ്പായം ഇട്ടുകൊണ്ട് നിയമസഭയിൽ കയറി പ്രസംഗിച്ച ഒരു നേതാവ് ഉണ്ടായിരുന്നു. അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാസങ്ങളോളം കിടന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവ് ശരീരം മുഴുവൻ ഉടുപ്പ് ഷർട്ടും മുണ്ടും എല്ലാം ചോരയായി ആ ചോരയിൽ നിയമസഭയിൽ കയറി ഇന്ന് പ്രസംഗിച്ചു. ആ നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹത്തെ ചരിത്രം അടയാളപ്പെടുത്തിയത് പിന്നീട് മുഖ്യമന്ത്രിയായിട്ടാണ്. പിന്നീട് അതിലേക്ക് അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹം ചുമതലയേറ്റു വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ സമരചരിത്രങ്ങളുടെ ഒരു വലിയ ഒരു ഭൂമിയാണ് കേരളം. നമുക്കറിയാവുന്ന പോലെ പി രാജീവ് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഉടുമുണ്ട് വരെ വലിച്ചു പറിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. സിന്ധു ജോയി എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് ഉണ്ടായിരുന്നു. ഏറെക്കാലം സിന്ധു ജോയി നമ്മുടെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ അടിച്ച് കാലിന്റെ ചിരട്ട പോയി ഒടുവിൽ ക്രച്ചസിൽ നടന്ന ഒരു വനിതാ നേതാവായിരുന്നു. പി ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു മുൻ നിയമസഭാ സ്പീക്കർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോഴും നേരെ ചൊവ്വേ ഒരു മണിക്കൂറിൽ കൂടുതൽ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹത്തിന്റെ നട്ടെല്ലിന് ക്ഷതമേറ്റു. MP രാജേഷ് അങ്ങനെ തന്നെയായിരുന്നു. മരുമോൻ എന്ന് വിളിച്ചുകൊണ്ട് ഈ പറയുന്ന PV അൻവർ അടക്കം കളിയാക്കിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് റിയാസ്, അദ്ദേഹവും പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അനവധി തവണ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരിൽപ്പെട്ടവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പറയുന്ന പോലീസിന്റെ ഭേദ്യം ജയിലിന് വിധേയരായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു ഘട്ടത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളുണ്ടായി 5 പേർ. അന്ന് സഹകരണ മെഡിക്കൽ കോളേജിനെതിരായി സമരം ചെയ്ത അന്ന് MVR ഉണ്ടായിരുന്നു, മന്ത്രിയായിരുന്നു, സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് K കരുണാകരൻ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് കൂത്തുപറമ്പിൽ ഒരു സംഘം സമരക്കാർക്കെതിരെ K കരുണാകരന്റെ പോലീസ് വെടിയുതിർത്തത്. അന്ന് കൂത്തുപറമ്പിൽ നഷ്ടപ്പെട്ടത് 5 സഹാക്കന്മാരെയായിരുന്നു. ഇങ്ങനെ പിന്നീട് ആ കൂത്തുപറമ്പിന്റെ രക്തസാക്ഷി എന്നുള്ള നിലയിൽ ഏറെക്കാലം കിടന്നുപോയ ഒരാളാണ് അദ്ദേഹം. എവിടെയോ ജോലിക്ക് പോയിട്ട് തിരിച്ച് ലീവിന് വന്നപ്പോഴാണ് കൂത്തുപറമ്പിൽ സമരം നടക്കുന്നത് അറിയുന്നത്. അങ്ങനെ ഏറെക്കാലം ഏകദേശം 2 പതിറ്റാണ്ട് കാലത്തോളം കിടപ്പിൽ കിടന്ന ഒരു മനുഷ്യനാണ് സഖാവ് പുഷ്പൻ. അപ്പം അദ്ദേഹമൊക്കെ ശരിക്കും ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു കൂത്തുപറമ്പ് സംഭവത്തിന്റെ. അപ്പോൾ അങ്ങനെ അനവധിയായ സമരമുഖങ്ങൾ കണ്ടു വളർന്നിട്ടുള്ള കേരളക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് VV രാജേഷിനെ പോലുള്ള ഒരാളെ വന്നു നിന്നിട്ട് പറയുകയാണ് ജലപീരങ്കി ഒഴിച്ചപ്പോ ശരീരം ചൊറിയുന്നു അത്രേ. അപ്പൊ ഇതൊക്കെ നേരിടാൻ പറ്റാത്തവരെന്തിനാ സമരത്തിന്? അത് തന്നെ, അത്രയുള്ളൂ ചോദ്യം. ഒരു സമരം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ജലപീരങ്കി ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ സെക്രട്ടറിയേറ്റ് മുമ്പിൽ സമരമൊക്കെ പണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. നേരത്തെ റിപ്പോർട്ട് ചെയ്യാൻ പോയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ റിപ്പോർട്ടിങ്ങിനിടയിൽ നമ്മുടെ ക്യാമറമാന്മാർ അവിടെ ഉണ്ടാവും. സത്യം പറഞ്ഞ ഈ VV രാജേഷിന്റെ മുന്നിൽ ഇരിക്കുന്ന ക്യാമറമാന്മാര് തലസ്ഥാന നഗരത്തിലുള്ള എല്ലാ ക്യാമറമാന്മാരും ജലപീരങ്കിയുടെ വെള്ളം വീണ്ടുള്ള ക്യാമറമാന്മാര് തന്നെ. എന്ത് തന്നെയാണെങ്കിലും ഇവര് ചില സമയത്ത് വീശിയടിക്കും. ഈ നമ്മള് ക്യാമറയും റിപ്പോർട്ട് ചെയ്യാനുള്ള നമ്മളും എല്ലാവരും അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ജലപീരങ്കി ഇവരൊരു വീശി കറക്കി അടി അടിക്കും. എന്തായാലും നമ്മൾ നനയും. അവിടെ ഇരിക്കുന്ന ക്യാമറമാന്മാർക്ക് നനഞ്ഞിട്ടുണ്ടെന്ന ക്യാമറമാന്മാര് ആ നനഞ്ഞിട്ടുള്ള ക്യാമറമാന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത്. അല്ല, ഇനിയിപ്പോ ഈ പറയുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന VV രാജേഷ് സ്വന്തം നഗരസഭയില് കുടിവെള്ളം എത്തിയിട്ട് എത്ര നാളായതിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഈ VV രാജേഷിന് സ്വന്തം നഗരത്തില് കുടിവെള്ളം എത്തിയിട്ടില്ല. ആൾക്കാർ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നേ, കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ VV രാജേഷാണ് അവിടെ വന്നിരുന്നുണ്ട്. എന്റെ ദേഹത്തൊഴിച്ച വെള്ളം ഇനിയല്ല മിനറൽ വാട്ടർ കൊണ്ടുവന്ന് ഒഴിക്കണോ, ഏതോ പനിനീർ കൊണ്ടുവന്ന് ഒഴിക്കണോ? ഇനിയല്ല ഈ ചില ഈ ഫേസ്ബുക്കിനകത്തൊക്കെ ചോദിക്കുന്ന പോലെ VV രാജേഷ് എന്ന് പറയുന്ന ഒരാൾ ഈ സംഖ്യ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാണകമാണല്ലോ. ചാണകവും ഗോമൂത്രവും കൂടെ കലക്കി അതിനകത്ത് ഒഴിച്ചു കൊണ്ടുവന്ന് ഒഴിച്ചാൽ ഇനി അവർക്ക് പരിപാവനമായ ഒന്നായി മാറുകയുള്ളൂ, അണുവിമുക്തമാകുകയുള്ളൂ. പണ്ട് അവരങ്ങനെ ആയിരുന്നല്ലോ. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോവിഡ് വന്ന സമയത്ത് ഗോമൂത്രം കുടിച്ച ഇത് വിട്ടുമാറും. പശുവിന്റെ 2 കൊമ്പുകൾക്കിടയിലൂടെ എന്തോ വികിരണം സംഭവിക്കുന്നുണ്ട്, അവിടെ കൊണ്ടുവച്ചാൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് പറയുന്നു. ചാണകത്തിൽ മുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ കോവിഡിനെ നമുക്ക് അകറ്റി നിർത്താമെന്ന് പറഞ്ഞു. പാത്രം കൊട്ടിയാൽ നമുക്ക് കോവിഡിനെ മാറ്റാം, ഗോ കൊറോണ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കോവിഡിനെ ഒഴിച്ചുവിടാം എന്നൊക്കെ പറയാം. ആ രീതിയിലൊക്കെ ഒരു പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ. അപ്പൊ ഇവർക്ക് ഗോമൂത്രവും ചാണകവും കൂടെ കലക്കി ഇവരുടെ ദേഹത്ത് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ VV രാജേഷിനൊക്കെ ചൊറിച്ചിലുണ്ടാവില്ലായിരിക്കും.
ഈ പറയുന്ന നഗരത്തിൽ നല്ല മര്യാദയ്ക്ക് അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളം കിട്ടുന്നില്ല. അപ്പൊ കുടിവെള്ളം കിട്ടാത്ത സമയത്ത് പോലും ഇവര് ജലപീരങ്കിക്കകത്ത് ഇനി അവര് പിന്നെ കുടിവെള്ളം എവിടെന്നെങ്കിലും നിറച്ചുകൊണ്ട് വന്ന് വാട്ടർ അതോറിറ്റി പോയിട്ട് ഫില്ല് ചെയ്തുകൊണ്ടാണോ? അല്ലെന്നേ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സമരം ചെയ്താൽ മതി. ആര് നിർബന്ധിച്ചല്ല സമരരംഗത്തേക്ക് ഇറക്കിയത്? സമരരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസിന്റെ ലാത്തി ചാർജ് കിട്ടും. എന്താ അറിയാൻ വയ്യാത്തത്? കുറെ കുലസ്ത്രീകളെ വിളിച്ചുകൊണ്ട് അവിടെ പോയി സമരം ചെയ്യുന്ന സമയത്ത് ആലോചിക്കണം, അടി കിട്ടും, ഉറപ്പായും അടി കിട്ടിയിരിക്കും. ഇനി അതല്ല, ജലപീരങ്കി ഒഴിച്ചിരിക്കും, തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ജലപീരങ്കിയാണല്ലോ ഒഴിക്കുന്നത്. ഇവിടെ എത്രയോ സഹാക്കന്മാരുടെ ഗ്രനേഡ് പൊട്ടി കാല് പോയിരിക്കുന്നു ഈ പോലീസുകാരുടെ ഗ്രനേഡിൽ. എന്തുകൊണ്ടാണ് ഇതൊന്നും ആലോചിക്കാത്തത്? അപ്പൊ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥിതിയോടുള്ള പൊതുജനത്തിന്റെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തെ എന്ത് വില കൊടുത്തും എതിർക്കപ്പെടേണ്ടുകയും അല്ലെങ്കിൽ എതിർക്കുകയും ചെയ്യുന്നത് ആ ഭരണകൂടം കാലാകാലങ്ങളായി നടത്തി വന്നിരുന്ന ഒരു തന്ത്രം തന്നെയാണ്, ഒരു ഭീഷണി തന്ത്രം തന്നെയാണ്. ആ തന്ത്രം എത്ര വലുതാണെങ്കിലും അതിനെ നെഞ്ചുറപ്പോടുകൂടി ഇന്ന് സ്വീകരിക്കാൻ കഴിയുന്നവരാണ് പിന്നീട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കയ്യൂരും കരിവെള്ളൂരും പുന്നപ്രയും എന്തിന് കൂത്തുപറമ്പും അങ്ങനെ ഓരോ ചരിത്രം എടുത്തു വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും ആ ഈ പറയുന്ന ശൂരനാട് കലാപം വരെ നമ്മൾ നോക്കിയാൽ മതി. ആ ഓരോ സംഭവങ്ങൾ, ചരിത്രപരമായ സംഭവങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും അതിന്റെ എല്ലാം പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്, വലിയൊരു ശക്തമായ ചങ്കുറപ്പിന്റെ ഒരു സമരമുറയുണ്ടായിരുന്നു. ഇ കെ നായനാർ എന്ന് പറയുന്ന കരിവെള്ളൂർ സമരം നടക്കുന്ന സമയത്ത് ഇ കെ നായനാര് ഒളിവിൽ പോകുന്ന കാലഘട്ടത്തിൽ ആ ഇ കെ നായനാര് അദ്ദേഹത്തിന് ആത്മകഥയിൽ എഴുതി വെച്ചിരുന്നതാണ്. അപ്പൊ അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഒരു വലിയ പാമ്പിഴഞ്ഞു പോവാണ്, പാറപ്പുറത്ത് കിടക്കുക, അല്പസമയം വിശ്രമിക്കാൻ വേണ്ടി കിടക്കുകയാണ്. ആ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ പാമ്പിഴഞ്ഞു പോകുന്നു. അദ്ദേഹം പിന്നെ അനങ്ങിയില്ല, ശരീരം അനക്കിയില്ല. അനക്കിയ പാമ്പ് കടിക്കും, ശരീരം അനങ്ങാതെ കാത്തിരിക്കണം. അപ്പൊ പാമ്പ് ഇങ്ങനെ കാലിൽ അവിടുന്ന് പാമ്പ് എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ശരീരത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇ കെ നായനാർ ഇങ്ങനെ പിന്നെ അനങ്ങാതെ കിടക്കുക, അനങ്ങരുത്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഒരുപക്ഷെ ആ പാമ്പിന്റെ വായിലേക്ക് ഇഴഞ്ഞു കയറുമോ എന്ന് ഞാൻ ഭയന്നു എന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു ഇ കെ നായനാർ. അപ്പൊ ആ പാമ്പ് അത്രയും അതിന്റെ വാല് തലയിൽ നിന്ന് ഇ കെ നായനാരുടെ തലയിലൂടെ ആ വാലിന്റെ അറ്റം കടന്നു പോകുന്നത് വരെ പിന്നെ പിടിച്ച് സഹനശക്തിയോട് കൂടി കിടന്നു. അതാണ് ഇവിടുത്തെ കേരളത്തിന്റെ ചരിത്രം, സമരത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. അത് നേരിടാൻ കഴിയാത്തവരാരും സമരത്തിൽ രംഗത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അത് തെറ്റാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ലാത്തി ചാർജ് ഉണ്ടാവും, ചിലപ്പോൾ അടി കിട്ടും, തല പൊട്ടും, കാലിന്റെ മുട്ടിലെ ചിരട്ട പൊട്ടും. സിന്ധു ജോയിയോട് ചോദിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് സിന്ധു ജോയി അന്ന് ക്രച്ചസിലെ വാക്കറില് സിന്ധു ജോയി അന്ന് എറണാകുളത്ത് ഉമ്മൻചാണ്ടിക്കെതിരായി മത്സരരംഗത്ത് ഇറങ്ങിയിരുന്നു. അന്ന് വാക്കറിലായിരുന്നു പിന്നെ സിന്ധു ജോയി ഉണ്ടായിരുന്നത്, കാലിന്റെ മുട്ട് അടിച്ച് പൊട്ടിച്ചിട്ട്. അത് പോലീസിന്റെ അട്രോസിറ്റീസിന്റെ ഭാഗമാണ്. സമരരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നേ. അല്ലാതെ അവര് പറയുന്ന പോലെ നിങ്ങൾ എന്നെ തലോടി വിടണം, എന്നെ തൂവല് കൊണ്ടേ തല്ലാവൂ എന്നൊന്നും പറഞ്ഞുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതൊന്നും നേരിടാൻ വയ്യെങ്കിൽ സമരം എന്ന് പറയുന്ന ആഭാസത്തിന് പോകാതിരിക്കുക എന്നുള്ളതാണ് ബി ജെ പിക്കാരായ, ഇനി കൗൺസിലർ അല്ല, എനിക്ക് ഡെപ്യൂട്ടി കൗൺസിലർ അല്ല, മേയർ അല്ല, ഡെപ്യൂട്ടി മേയർ അല്ല, ഇനി ആരായിരുന്നാലും നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. കാരണം കേരളം ഇതിനപ്പുറവും കണ്ട ഇതിനപ്പുറമുള്ള സമരങ്ങൾ കണ്ട ഒരു ചരിത്രമുള്ള ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവരുടെയൊക്കെ ഈ ഉമ്മാക്കിയും കൊണ്ട് വന്നിട്ട് എങ്ങളുടെ ശരീരം ചൊറിയുന്നു എന്ന് പറഞ്ഞാൽ അവരെ ആട്ടിവിടും. അതാണ് കേരളക്കാര്. കാര്യം വലിയ സമരമായിരുന്നു കേരളം നേരിട്ടതല്ല. അപ്പൊ അതൊക്കെ കണ്ട് ശീലിക്കണം. ഇതൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം വി രാജേഷിനെ പുതിയ ഇവരിങ്ങനെ സമരരംഗത്തോട്ടൊക്കെ ഇറങ്ങുന്ന ആദ്യമായിട്ടല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ശീലം ഇല്ലാത്തതിന്റെ പ്രശ്നം. അതെ, ഇത് ഇവർക്ക് ശീലം ഉണ്ടാവില്ല. കാരണം ഇവരുടെ പൂർവികരായിട്ടുള്ള ഒരു നേതാക്കന്മാർക്കും അങ്ങനെ ഒരു ശീലമില്ല. സമരത്തെ നേരിടാനോ ജനകീയ സമരങ്ങൾ ഏറ്റെടുക്കാനോ ആ ജനകീയ സമരങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പട നയിക്കാനും അവിടെ പോയി പോലീസിന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസിയുടെയോ തല്ലും ചവിട്ടും കുത്തും ബൂട്ട്സും, ഗൗരിയമ്മയടക്കം എന്തോരം ചവിട്ടും കുത്തും കൊണ്ടുള്ള സ്ത്രീയാണെന്നറിയുമോ ഗൗരിയമ്മ എന്ന് പറഞ്ഞത്? പിന്നെ കെ ആർ ഗൗരിയമ്മ. ആ ഗൗരിയമ്മ എത്രത്തോളം സഹനശക്തിയോട് കൂടി ജീവിച്ച അല്ലെങ്കിൽ ചവിട്ടും ഇടിയും കൊണ്ടിട്ട് ബൂട്ടിട്ട കാലമുണ്ട്. അന്ന് വനിതാ പോലീസ് വന്നാലേ എന്നെ ചവിട്ടാൻ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല. ഗൗരിയമ്മയ്ക്ക് പറയാൻ പറ്റില്ല. വനിതാ പോലീസ് വരട്ടെ എന്നിട്ട് എന്നെ ചവിട്ടിയാൽ മതി എന്ന് പറയാൻ പറ്റില്ലെന്നേ. ആണുങ്ങളാണ് കയറി ചവിട്ടി മെതിച്ചിട്ട് പോകുന്നത് ബൂട്ട്സ് ഇട്ട കാലമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ചരിത്രമുണ്ട്. അതൊക്കെ പഠിക്കണം. ആശാനാഥൊക്കെ ഗൗരിയമ്മയുടെ ചരിത്രമൊക്കെ എടുത്ത് വായിച്ചു നോക്കണം വെറുതെയെങ്കിലും. അവരനുഭവിച്ചതിന്റെ ഒരു കൊണിശം, അതിന്റെ ഞാൻ പറയുന്നത് ഒരു 1000-ലൊന്നല്ല, 10,000-ന്റെ 1% പോലും 0.1% പോലും ഇവർക്ക് ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണിത്. അപ്പൊ ഇത് കണ്ടപ്പോഴേ പേടിച്ചു പോയെങ്കിൽ പിന്നെ വലുതൊക്കെ അവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ ഇവരൊക്കെ എങ്ങനെ ഭയപ്പെടുമോ എന്തോ.